തൃപ്രയാർ പൈനൂർ ആമരത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം കാറിലുണ്ടായിരുന്ന 16 ലക്ഷം രൂപ കവർന്നെന്ന് പരാതി. പാലക്കാട് സ്വദേശികളുടെ പണമാണ് പോയത്. കാറിന്റെ ചില്ല് തകർത്ത് മുളകുപൊടി സ്പ്രേ ചെയ്താണ് പണം തട്ടിയത്. വ്യാജ നമ്പർ പ്ലേറ്റ് വെച്ച ഇന്നോവയിലാണ് കവർച്ചാ സംഘം എത്തിയത്. ശ്രീകുമാരൻ തൃശ്ശൂരിന്. ശ്രീത്ത്, ഒരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്ന കാര്യത്തിൽ സംശയമില്ല. പണവുമായി ഇന്ന ആളുകൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഈ പറഞ്ഞ കുഴൽപ്പണ പൊട്ടിക്കൽ മാഫിയയുടെ പ്രവൃത്തി എന്ന നിഗമനത്തിൽ തന്നെയാണോ പോലീസിന്റെ അന്വേഷണം? പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വിവരമുണ്ടോ? അങ്ങനെ തന്നെയാണ് സുഹൈൽ. പോലീസിന്റെ ഒരു ഉറവിടത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പുരോഗമിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘം എങ്ങനെ ഈ ക്ഷേത്രത്തിന് പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ തൃപ്രയാർ പാതയിൽ നിന്ന് കുറച്ചധികം ദൂരം സഞ്ചരിക്കണം ഈ മേഖലയിലേക്ക് എത്താൻ. ഇതൊരു ആളൊഴിഞ്ഞ പ്രദേശമാണ്. അവിടേക്ക് എങ്ങനെ ഈ രണ്ട് സംഘങ്ങളും എത്തിയെന്നതിനെ കുറിച്ചൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഇവർ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കാറിന്റെ ചില്ല് പൊളിച്ച് മുളകുപൊടി സ്പ്രേ ചെയ്താണ് ഈ സംഘം ഇത് ഈ പണം തട്ടിയെടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് പരാതി. 16 ലക്ഷത്തോളം രൂപ അതിലുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇവർ നൽകിയിരിക്കുന്ന ഒരു പ്രാഥമികമായ മൊഴി ഇത് ട്രേഡിങ്ങിന് വേണ്ടി തങ്ങൾ കൈവശം വെച്ച പണമാണ് എന്നാണ്. പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ബാക്കിയാണ്. എന്തിനാണ് ഈ മേഖലയിലേക്ക് വന്നത് എന്നതിനെ കുറിച്ച്. എന്തായാലും സിൽവർ കളർ ഇന്നോവ, വ്യാജ നമ്പർ പ്ലേറ്റ്, രണ്ടും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നത്. അത് റൂറൽ മേഖലയിൽ മാത്രമല്ല, സിറ്റി പോലീസും ആ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി റോന്തു ചുറ്റി നടക്കുകയാണ്. എന്തായാലും ട്രേഡിങ്ങിന് 16 ലക്ഷം കയ്യിൽ കരുതേണ്ട കാര്യമുണ്ടോ എന്ന ചോദ്യം തിരികെ ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.